ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഷപ്പ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു. നമുക്ക് ലഡു എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് എന്ന് നമുക്ക് നോക്കാം, വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലഡുവിന് എടുക്കേണ്ടത്, ഞാൻ ഒരു ബൗൾ കടലമാവാണ്, 3/4 ബൗൾ പഞ്ചസാര എടുത്തത്. കാരണം ഷുഗർ പേഷ്യൻസ് ആൾക്കാരില്ല, ഇപ്പോൾ ഷുഗർ രോഗികൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ മധുരം കുറച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തത്. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയാണ്, കറുത്ത മുന്തിരി, പിന്നെ ഒരു 15 ഗ്രാമോളം ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്, ഏലക്കായ്, ലെമൺ നമുക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ. ഇത്രയും ചേരുവകളെ നമുക്ക് വേണ്ടു. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവേണ്ടി നമുക്ക് ആദ്യം ഈ കടലമാവും കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത്, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിൽ സോഡ ആണെങ്കിൽ വളരെ കുറച്ച് സ്വല്പമേ ചേർക്കാൻ പറ്റുള്ളൂ. അത് ചേർത്ത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശ മാവ് എങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു, ആ കൂട്ടില്ല, ദോശേൻ്റെ കൂട്ടില്ല, അതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ബോളിലേക്ക് നമ്മൾ ഈ കടലമാവ് ഇതിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് നമുക്ക്, ഞാൻ സോഡ എടുത്തത് 1/2 ടീസ്പൂണേ പാടുള്ളൂ, അധികമാകാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ദോശയിൽ കൂട്ടില്ല, ആ പാകത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. ആദ്യം ദോശമാവ് കൂട്ടത്തിൽ നമുക്ക് ദോശമാവിൻ്റെ കൂട്ടത്തിലായിട്ട് നമുക്ക് കളർ താല്പര്യമുള്ളവർക്ക് കളർ ചേർക്കാം. ഞാൻ കളർ ചേർത്തില്ല, ഞാൻ മഞ്ഞപ്പൊടി, കാരണം മഞ്ഞപ്പൊടി തന്നെ നമ്മൾ നല്ല കളർ കിട്ടാവുന്നതാണ്. ദോശമാവിൻ്റെ ആ കൂട്ടില്ല, ദോശയുടെ ലൂസില്ല, ആ ലൂസിൽ നമുക്ക് കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം ആ ഫ്രൈ ആയി അത് മുങ്ങേണ്ട വിധത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് നമുക്ക് ഇതിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ വീട്ടിലുണ്ടാകുന്ന ഒരു തവി വെച്ചിട്ട് ആ തവിയുടെ മുകളിലേക്ക് നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ബൂന്തി പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധികം ക്രിസ്പി ആക്കി എടുക്കാൻ പറ്റില്ല. വേണം, പക്ഷേ ക്രിസ്പി ആവാൻ പറ്റില്ല. ജസ്റ്റ് വേവാനേ പാടുള്ളൂ. നമ്മൾ ബൂന്തി ഫ്രൈ ചെയ്യണമെന്നത് ക്രിസ്പി ആയാലും അതിൻ്റെ ടേസ്റ്റ് മാറും. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയിട്ട് നമുക്ക് എണ്ണ പോകുന്ന വറവിലേക്ക് മാറ്റിയെടുക്കാം. കളർ താല്പര്യമുള്ളവർക്ക് നല്ല കളർ ചേർക്കാം. ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർന്നിട്ടും, മഞ്ഞ കളർ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞ കളർ ചേർക്കാം, റെഡ് കളർ ഇഷ്ടമുള്ളവർക്ക് റെഡ് കളർ ചേർക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കൂട്ടുകളെല്ലാം ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ
ഇല്ല എല്ലാ കൂട്ടും ഫ്രൈ ആക്കി വെക്കാം. നമ്മളെ ലഡുവിൻ്റെ ബൂന്തി എന്ന് പറയുന്നത് എല്ലാം ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ച് നമ്മൾ പഞ്ചസാര ഇട്ടു. ഈ പഞ്ചസാരേൻ്റെ അളവിന് കണക്കായിട്ട് ആ പഞ്ചസാര മുങ്ങുന്ന ആ വിധം വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ പഞ്ചസാര മുങ്ങുന്ന വിധം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര മുങ്ങുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഏലക്കായ ഇട്ടുണ്ട്. 6 ഏലക്കായിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ലെമണും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോയിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ബോയിൽ ചെയ്ത് ഷുഗർ സിറപ്പ് ആവട്ടെ. നമ്മൾ ഈ ഷുഗർ സിറപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബൂന്തി നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് ഒന്നും കൂടെ നല്ല വൃത്തിക്ക് നമുക്ക് ആ ബോൾ പിടിക്കാൻ പറ്റും. ടൈറ്റായി കിട്ടും, നല്ലൊരു ഷേപ്പ് കിട്ടുന്നത്. നമുക്ക് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് തിളച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. തിളച്ചുകൊണ്ടതിൻ്റെ പാകം അധികം തിക്കാവാൻ പറ്റില്ല. ചെറിയ കൈക്കിങ്ങനെ ചെറുങ്ങനെ ഒട്ടിപ്പൊടിക്കുന്ന ഒരു വിധത്തിലാകുമ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ്. ബൂന്തി അമ്മ മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഞാൻ പകുതി മാത്രമേ അരച്ചിട്ടുള്ളൂ, ബാക്കി പൊടിച്ചിട്ടില്ല. ഒരു പകുതിയെ പൊടിച്ചിട്ടുള്ളൂ, ബാക്കി പൊടിക്കാണ്ട് വെച്ചതാണ്. ആ ഷേപ്പായി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പകുതി പൊടിക്കാണ്ട് വെച്ചത്. ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്ത് കഴുകി വെച്ച കറുപ്പ് മുന്തിരി നമ്മൾ ഇതിൽ ചേർക്കുകയാണ്. വെറുതെ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർക്കുന്നവർക്ക് കാഷ്നട്ട് ചേർക്കാം, ഇഷ്ടമുള്ള ചേർക്കാം. ഞാൻ ഈ കറുത്ത മുന്തിരി ചേർത്തു. ഓൾമോസ്റ്റ് നമ്മളെ ലഡുവിൻ്റെ ചേരുവ കൂട്ട് റെഡിയായിരിക്കുകയാണ്. ഷുഗർ സിറപ്പും കൂടി ആയാൽ നമ്മളെ ലഡു തയ്യാർ. നമ്മളെ ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ തൊട്ട് വയ്ക്കുക. അത് ചെറിയ പറ്റുന്ന വിധത്തിൽ അത്ര ആവുള്ളൂ. നല്ല ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സിറപ്പിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ കുറച്ച് ഞാൻ ബട്ടർ എടുത്ത് വെച്ചതിനെ കുറച്ച് ബട്ടർ സിറപ്പ് ഒന്ന് മെൽട്ടാവട്ടെ. ബട്ടർ മെൽട്ടായി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് നേരത്തെ ആക്കി വെച്ച് മിക്സറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യും. ആ ഷുഗർ സിറപ്പ് ഇങ്ങനെ നമുക്കിതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇത് ബൂന്തിയായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എന്നാൽ ആ കൂന്തി അതിലൊന്ന് പൊതിർക്കാൻ വേണ്ടി, പൊതിർക്കാന്ന് പറയുന്നില്ലേ, നല്ല ഒഴിച്ച് ആ ഷുഗർ സിറപ്പിൽ അങ്ങനെ കുതിർന്ന് നിൽക്കട്ടെ. കുതിർന്ന് സെറ്റായതിനു ശേഷം കുറച്ച് തണിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾ പിടിക്കാം. ശേഷം തണിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൾ പിടിച്ച് നോക്കാം. ഞാൻ ഒരു ചെറിയ ബോളാണ് പിടിക്കുന്നത്. ഇതേപോലെ നമുക്കെല്ലാം ബോൾ പിടിച്ച് വെക്കാം. നമ്മൾ ലഡു റെഡിയാണ്. എല്ലാം ഇതേപോലെ ബോൾ പോലെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം.